അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുരുവട്ടൂരി നൗഷാദ് മൗലവി 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. അതായത് ഈ കുരുവട്ടൂരി നൗഷാദ് മൗലവി ഓരോ ദിവസവും മാറ്റി മാറ്റി ഓരോ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ എന്താണോ പറഞ്ഞത് അതിൻ്റെ നേരെ വൈരുദ്ധ്യമാണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പല ക്ലിപ്പുകളിലുള്ള വൈരുദ്ധ്യങ്ങളെ സംബന്ധിച്ചും ഈ കുരുവട്ടൂരി നൗഷാദിനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്ന ഒരു മറുപടിയായിരുന്നു, അതൊക്കെ ജാഹിലിയ കാലത്ത് പറഞ്ഞതാണ് എന്ന്. ഇപ്പൊ അവസാനം 2-3 ദിവസം മുമ്പ് ഓമാനൂരിൽ വെച്ച് പ്രസംഗിച്ചപ്പോൾ നൗഷാദ് പറഞ്ഞത്, ആദ്യം പറഞ്ഞു 2013 അതിൻ്റെ മുമ്പുള്ളത് ഒരിക്കലും നിങ്ങൾ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞ ഉടനെ തന്നെ അത് തിരുത്തി. എന്നിട്ട് പറഞ്ഞ് അതും പോരാ, 2013 ശേഷം ഖുറാഫാത്തിലും ജാഹിലിയത്തിലും ആയ സമയത്ത് ഒരുപാട് ജഹാലത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 2020 ശേഷം നിങ്ങൾ ഞാൻ പറഞ്ഞ വല്ല ക്ലിപ്പും കൊണ്ടുവരികയാണെങ്കിൽ അത് നോക്കി കേട്ട് പരിശോധിച്ചിട്ട് മറുപടി പറയാം എന്നായിരുന്നു ഈ നൗഷാദ് പറഞ്ഞിരുന്നത്. ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ 2013 ശേഷമുള്ളത് നോക്കിയാൽ മതി. അതും പോരാ, അതൊക്കെ അടുത്ത കാലമാണല്ലോ. പിന്നെ ഈ ഖുറാഫാത്തെന്നും ജാഹിലിയത്തെന്നൊക്കെ പോയി ഒരു 2020 ശേഷമൊക്കെ എടുത്തു കൊണ്ടുവന്നാൽ ഞങ്ങൾ ശ്രദ്ധിച്ച് മറുപടി പറയാം. അതിന് മുമ്പുള്ള ഞങ്ങൾ കേൾക്കുക പോലും ചെയ്യൂല. അങ്ങനെ എന്തെല്ലാം ജഹാലത്ത് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ പഠിപ്പിച്ചെന്ന അവസ്ഥയിൽ പറഞ്ഞതല്ലേ, അതുകൊണ്ട് അതാ കേട്ടില്ലേ എത്ര കൃത്യമായിട്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. 2020 ശേഷമുള്ളത്, അഥവാ 2021, 22, 23 ആ സമയത്ത് ഞാൻ പ്രസംഗിച്ച വല്ല പ്രസംഗങ്ങളും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൊണ്ടുവന്നോളൂ, അത് പരിശോധിച്ച് മറുപടി പറയാം. അതിൻ്റെ മുമ്പുള്ളത് കൊണ്ടുവരന്നെ വേണ്ട, ഞാനത് കേൾക്കുന്നില്ല. കാരണം എത്ര ജഹാലത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇയാൾ പറഞ്ഞത്. അപ്പൊ ഇയാൾ 2020 മുമ്പുള്ളതൊക്കെ തള്ളിയല്ലോ, അതൊക്കെ മൻസൂഖാക്കി, അതൊക്കെ ജഹാലത്തേനി എന്ന് പറഞ്ഞു. അപ്പോ 2013 മുതൽ 2020 വരെ ഈ കാട്ടുവളപ്പിൽ നൗഷാദ് മൗലവി പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞിരുന്ന ധാരാളം ക്ലിപ്പുകൾ നമ്മൾ നേരത്തെ വിട്ടിരുന്നു. അതിലൊക്കെ പറയുന്നത് മഹാന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്, ഔലിയാക്കളുടെ ഹളറത്തിൽ നിന്ന് കിട്ടുന്നതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വലിയ വലിയ ഹളറത്തുകളിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടുന്നത്, ഞങ്ങൾ തന്നിഷ്ട പ്രകാരം ഒന്നും പറയുന്നില്ല. ഇങ്ങനെ തുടങ്ങി എല്ലാ പ്രസംഗങ്ങളിലും ഇവർ പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു ആ ഒരു വാക്ക്. അപ്പൊ നമ്മൾ ചോദിച്ചു, ഈ മഹാന്മാരുടെ നിർദ്ദേശപ്രകാരം കിട്ടി പറഞ്ഞത് എങ്ങനെ ജഹാലത്താകും? ഔലിയാക്കൾ, മഹാന്മാർ, മശായിഖന്മാർ ജഹാലത്ത് പറയാനായിരുന്നോ നിങ്ങളെ ഏൽപ്പിച്ചിരുന്നത്? ഏൽപ്പിച്ചത് പറയുകയാണ് എന്നല്ലേ പറയാറുള്ളത് എന്ന് നമ്മൾ ചോദിച്ചപ്പോ ഇന്നലെ അദ്ദേഹം വീണ്ടും അത് മാറ്റിയിരിക്കുകയാണ്. 2013 മുതൽ 2020 വരെ ധാരാളം സഫാത്തുകൾ പറഞ്ഞിട്ടുണ്ട്. പറയുമ്പോഴൊക്കെ പറയലും എന്താണ്, ഇതൊക്കെ മശായിഖന്മാരെ നിർദ്ദേശപ്രകാരം പറയാണെന്നാണ്. അങ്ങനത്തെ ഒരു ക്ലിപ്പും കൂടി നമ്മൾ കേട്ടോക്കാം. ധാരാളം ഉണ്ട്, ഒന്നുകൂടി കേട്ടോക്കാം. ഞങ്ങളെ പ്രയോഗത്തിൽ ഒരു അനാവശ്യ വാക്ക് പോലും കണ്ടുപിടിക്കാൻ ഒരു കുഴുകുമ്പജമാവും ചേർന്നാലും കഴിയില്ല. ഞങ്ങൾ സൂക്ഷിച്ചാണ് വിഷയം കൈകാര്യം ചെയ്തത്. നിങ്ങൾ അള്ളാന്റെ റസൂലിന്റെ ഔലിയാക്കൾ, അള്ളാന്റെ റസൂലിന്റെ വരികൾ അവരെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഈ പണി ചെയ്തത്. 2016 പ്രസംഗിച്ചതാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഈ പണി ചെയ്യുന്നത് എന്നാ പറഞ്ഞത്. എന്നിട്ട് എന്തായി? 2020 മുമ്പുള്ളത് മുഴുവനും തള്ളിയില്ലേ, ജഹാലത്താണെന്ന് പറഞ്ഞില്ലേ. ഇനിയുമുണ്ട്. ഞങ്ങൾ മൈക്കുകൾ മാത്രമാണ്. ഞങ്ങളെ ഏൽപ്പിച്ചത് പറയുകയാണ്. ഏൽപ്പിച്ച ദൗത്യമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. ഞങ്ങൾ ഇരിക്കുന്ന ഹലറത്തുകളിൽ നിന്ന് ഞങ്ങൾക്ക് നിർദ്ദേശത്തിനനുസരിച്ച് പറയുന്നവരാണ്. തോന്നിയത് പറയുന്നതല്ല. നിങ്ങളെപ്പോലെ 4 ആളുകൾ 10 ആളുകൾ മീറ്റിംഗ് കൂടി ഏറ്റവും നല്ല അഭിപ്രായം പറഞ്ഞ ആൾ അഭിപ്രായം മാനിച്ച് നിർദ്ദേശമില്ലാതെ ദീന് പറയാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോ ഇവർ മൈക്കകൾ മാത്രമാണ്. ഇരിക്കുന്ന ഹളറത്തുകളിൽ നിന്ന് കിട്ടുന്നത് അത് മാത്രം പറയുന്നവരാണ്. നിർദ്ദേശം അനുസരിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ, അതിലപ്പുറം ഒന്നും സംസാരിക്കൂല. അങ്ങനെ സംസാരിച്ചത് മുഴുവനും എന്താക്കി? ജഹാലത്താണ് എന്ന് പറഞ്ഞ് തള്ളി. ഇനി ഒന്നുകൂടി കേട്ടോക്കി. ആ വലിയ ഹലറത്തുകളിൽ നിന്ന് വരെ കിട്ടുന്നതാണ് ഞങ്ങൾ ഈ പറയുന്നത്. അല്ലാതെ ഞങ്ങൾ 4 ആൾ പറഞ്ഞു നിങ്ങൾ പറയാൻ നിൽക്കണ്ട. എന്താണ് ആ വലിയ ഹളറത്തുകളിൽ നിന്ന് കിട്ടുന്നതാ പറയുന്നത്? ഉന്നതമായ മശായിഖന്മാരുടെ ഹളറത്തിൽ നിന്ന് കിട്ടിയത് മാത്രമേ പറയുള്ളൂ. എന്നിട്ട് ഇപ്പം എന്തായി? അത് മുഴുവനും തള്ളി. ജഹാലത്തായിരുന്നു.
ഖുറാഫാത്തിലും ജാഹിലിയാത്തിലും ആയിരുന്ന സമയത്താണ് ഇതൊക്കെ പറഞ്ഞത്. 2020 മുമ്പാണ് കേട്ടോ. 2013 ഇവര് കുരുവട്ടൂരിലുള്ള അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന ആളെ ഷെയ്ഖാക്കിയിട്ട് രംഗത്ത് വരുന്നത്. ആ സമയത്ത് പറഞ്ഞ ഞങ്ങളത് പഴക്കൂല, ഞങ്ങള് ഒരു വലിയന്റെ കരം പിടിച്ചിട്ടുണ്ട്, പഴക്കൂല, മശായിഖ്മാരുടെ നിർദ്ദേശത്തിലാണ് ഞങ്ങൾ പറയുന്നത് എന്നൊക്കെ 2013 മുതൽ പറയാൻ തുടങ്ങിയതാ. എന്നിട്ടിപ്പോ 2023 പ്രസംഗിച്ചപ്പോ പറയുന്നത് എന്താ? ഞങ്ങൾ ആ കാലത്തൊക്കെ 2020 മുമ്പൊക്കെ ഖുറാഫാത്തിലും ജാഹിലിയത്തിലും ആയിരുന്നു എന്നാ പറഞ്ഞേ. അപ്പൊ പിന്നെ അന്നൊക്കെ പ്രസംഗിച്ച പ്രസംഗങ്ങളോ മശായിഖ്മാരുടെ നിർദ്ദേശം കിട്ടിയിട്ടാണ് പ്രസംഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞതോ? ഞങ്ങൾ മൈക്കുകൾ മാത്രമാണെന്ന് പറഞ്ഞതോ? ഇങ്ങനെ ചോദ്യങ്ങളാണ്ട് ചെന്നപ്പോ പല ഭാഗത്തുനിന്നും പലരും ഈ ക്ലിപ്പൊക്കെ ഇട്ട് ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഇന്നലെ ഇദ്ദേഹം ഒന്ന് മരക്കം പറയുകയാണ്, പച്ചക്കളവ് പറയുകയാണ്. എത്ര സ്പഷ്ടമായ രീതിയിലാണ് ഇദ്ദേഹം ആദ്യം പറഞ്ഞത്. 2013 എന്ന് പറഞ്ഞു ആദ്യം, എന്നിട്ട് പിന്നെ വീണ്ടും അതൊന്നും പോരാ, അതൊക്കെ അടുത്ത കാലല്ലേ, ഒരു 2020 ശേഷമുള്ളത് കൊണ്ടെന്നാ നോക്കാന്നേ പറഞ്ഞു. ഇപ്പൊ എന്നിട്ട് വല്ല ഇദ്ദേഹം പ്ലേറ്റ് മാറ്റാണ്. ഒന്ന് കേട്ടോക്കി. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞങ്ങൾ പഴയ കാലത്ത് പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടാകും, ജാഹിലിയ കാലത്ത് പറഞ്ഞ സംഭവങ്ങൾ. 2013 നമ്മൾ ആദ്യം പറഞ്ഞത്. അതിനു മുമ്പ് പറഞ്ഞ സംഗതികൾ അത് ഞങ്ങളിലേക്ക് ചേർക്കണ്ട, അത് ജാഹിലിയ കാലത്ത് പറഞ്ഞതാണ്. കേട്ടില്ലേ? 2-3 ദിവസം മുമ്പ് വളരെ കൃത്യമായി പറഞ്ഞ ഒരു വിഷയത്തെ പച്ച നുണ പറഞ്ഞുകൊണ്ട് കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. 2020 മുമ്പുള്ളത് കൊണ്ടുവരണ്ട, കാരണം അത് ജഹാലത്തായിരുന്നു എന്ന് പറഞ്ഞ മൗലവി ഇപ്പോ പറയുന്നു 2013 മുമ്പുള്ളതിനെ പറ്റിയാണ് ആ പറഞ്ഞത് എന്ന്. നമ്മൾ നേരത്തെ മുകളിൽ കേട്ടില്ലേ എത്ര വ്യക്തമായിട്ടാണ് കാട്ടുവളപ്പിൽ നൗഷാദ് മൗലവി പറഞ്ഞിരുന്നത്. ഇപ്പോ നമ്മള് 2013 മുതൽ 2020 വരെയുള്ള മഹാന്മാരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സംസാരിച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലിപ്പുകളാണ്ട് ചെന്നപ്പോ വീണ്ടും മാറ്റാം. 2013 മുമ്പുള്ളതിനെ സംബന്ധിച്ചാണ് ജാഹിലിയ കാലത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് വേഗം അവിടെ ഒരു മലക്കമറിച്ചിൽ. എന്തിനാണ് ഈ രീതിയിലൊക്കെ പറഞ്ഞ് വഷളാകാൻ നിൽക്കുന്നത്? എന്നിട്ടിപ്പോ ജഹാലത്തായിരുന്നു പറഞ്ഞിരുന്നത്, ജാഹിലിയ കാലത്ത് പറഞ്ഞതായിരുന്നു എന്ന് പറഞ്ഞതിനെ ന്യായീകരിക്കാൻ വേണ്ടി മഹാനായ അബൂ ഹാമിദ് ഗസാലി റഹിമഹുല്ല പറഞ്ഞ വാക്കുകളെയും ഈ ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ല പറഞ്ഞ വാക്കിനെയും കൊണ്ടുവന്ന് വെളുപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പിന്നീട് കുരുവട്ടൂരി നൗഷാദ് ഇന്നലെ നടത്തിയിട്ടുള്ളത്. എന്താണത്? നമുക്കൊന്ന് കേൾക്കാം. എന്താ മഹാൻ പറഞ്ഞു? കാനൽ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു യഖൂൽ ലമ്മ ജതമഅ ബിശൈഖിഹിൽ മദ്കൂർ. മഹാനരായ ഗസാലി ഇമാം അവരുടെ ശൈഖിന്റെ സമീപത്ത് എത്തിയപ്പോൾ അവർ പറഞ്ഞു, ലയ്യനാ ഉംറനാ ഫിൽ ബത്വാല, ഞങ്ങളുടെ ആയുസ് മുഴുവനും ഞങ്ങൾ പാഴാക്കി കളഞ്ഞു. ഫിൽ ബത്വാല. എന്താ ബത്വാല എന്ന് പറഞ്ഞാൽ? ജഹാലത്തിലായി. ബത്വാലത്തിന്റെ അർത്ഥാണത് ജഹാലത്ത്. അതുപോലെ തന്നെ ശരീരത്തിന്റെ ഇച്ഛക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അതിലായി കഴിച്ചുകൂട്ടി ഞങ്ങൾ. ഇമാം ഗസാലിയാ പറയുന്നത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുമ്പോ എന്താണ് ഇമാം ഗസാലി റഹിമഹുല്ല പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി റഹിമഹുല്ല അവിടുത്തെ അൽ മിനനുൽ കുബ്രയിൽ പറയുന്നത് കാണാം. വകാനൽ ഇമാമുൽ ഗസാലി യഖൂൽ, ഇമാം ഗസാലി തങ്ങൾ പറയുമായിരുന്നു, ലമ്മജ്തമഅ ബിശൈഖിൽ മദ്കൂർ, മഹാനവർകൾ അവിടുത്തെ ഷെയ്ഖിന്റെ സമീപത്തെത്തിയപ്പോൾ അവര് പറയും, ലയ്യഅന ഉംറന ഫിൽ ബത്വാല, നമ്മുടെ ആയുസ് നമ്മൾ പാഴാക്കി കളഞ്ഞു. ഫിൽ ബത്വാല, എവിടെ? ബത്വാലയിൽ. ബത്വാല എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ അത്രയും ആയുസ് കാലം വേണ്ടതുപോലെ അമല് ചെയ്യാൻ കഴിഞ്ഞില്ല, ഫലപ്രദമായ രീതിയിൽ തന്റെ ആയുസ്സിനെ ഉപകാരപ്രദമായ രീതിയിൽ ചെലവഴിക്കാൻ കഴിഞ്ഞില്ല എന്ന് മഹാനവർകൾ പറയാണ്. അല്ലാതെ ജഹാലത്തിലായിട്ട് കഴിച്ചുകൂട്ടി ജഹാലത്ത് പറഞ്ഞു നടന്നു എന്നൊന്നുമല്ല. എന്തിനാണ് കുരുവട്ടൂർ നൗഷാദ് ഇത് കൊണ്ടുവന്നത്? അവൻ 2020 മുമ്പ് പറഞ്ഞത് മുഴുവനും ജഹാലത്തായിരുന്നു എന്ന് പറഞ്ഞതിനെ മഹാനായ അബൂ ഹാമിദ് ഗസാലി റഹിമഹുല്ല പറഞ്ഞതുപോലെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഈ ഇബാറത്ത് കൊണ്ടുവന്നത്. ഇവൻ പറഞ്ഞത് ജഹാലത്ത് എന്നാണല്ലോ. അപ്പൊ പിന്നെ അബൂ ഹാമിദ് ഗസാലി റഹിമഹുല്ല പറഞ്ഞ വാക്കിനെ ജഹാലത്ത് എന്ന അർത്ഥം കൊടുത്തിട്ട് കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി റഹിമഹുല്ല എന്താണ് അബൂ ഹാമിദ് ഗസാലി റഹിമഹുല്ല പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അവിടെ തന്നെ പറയുന്നുണ്ട്. യഅനി ബിന്നിസ്ബത്തി ലിമാ ദാഖഹു മിൻ അഹ്വാലി അഹ്ലി ത്വരീഖ്, മശായിഖന്മാരുടെ അവസ്ഥകളിൽ നിന്ന്, ത്വരീഖത്തിന്റെ അഹ്ലുകാരുടെ അവസ്ഥകളിൽ നിന്ന് മഹാനവർകൾ അതിന്റെ ഒരു മാധുര്യത്തിലേക്ക് എത്തിയപ്പോൾ അതിലേക്ക് ചേർത്തി നോക്കൽ കൊണ്ട് കഴിഞ്ഞ കാലമൊക്കെ ഒരു വേണ്ടതുപോലെ ചെലവഴിക്കാൻ കഴിഞ്ഞില്ല, അമല് കൂടുതൽ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം.
ഇത് ഇമാം ഷഹറാനി റഹിമഹുല്ല അൽ യവാഖീത്ത് വൽ ജവാഹിർ എന്ന കിതാബിലും പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവിടെ പറഞ്ഞത്? വകാന യഖൂലു ഹുജ്ജത്തുൽ ഇസ്ലാം അൽ ഗസാലി റഹിമഹുല്ല, ഗസാലി റഹിമഹുല്ല തങ്ങൾ പറയുമായിരുന്നു, മിഥലമായ യഖൂലു ശൈഖ് ഇസ്സുദ്ദീൻ അവലൻ, ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ ആദ്യം പറഞ്ഞിരുന്നത് പോലെ മഹാനായ ഇമാം ഗസാലി തങ്ങളും പറയുമായിരുന്നു. അങ്ങനെ ഫറമ്മജ്തമഅ ബിസ്സൂഫിയ, മഹാനവർകൾ സൂഫിയാക്കളോടൊപ്പം കൂടിയപ്പോൾ വദാക ത്വരീഖഹും, അവരുടെ ത്വരീഖിനെ രുചിച്ചറിയുകയും ചെയ്തപ്പോൾ സ്വാറ യഖൂലു, ഗസാലി ഇമാം പറയുമായിരുന്നു, ലയ്യഅനാ ഉംറനാ ഫിൽ ബത്താല. എന്താണ് അതിന്റെ അർത്ഥം? ഷഹറാനി ഇമാം തൊട്ടുടനെ പറയുന്നു, ഐ, അത് വിശദീകരിക്കുക, ലിമാ ഫിൽ ഇസ്തിഗാലി ബിൽ ഇൽമി അലാ ത്വരീഖി അഹ്ലിൽ ജിദാലി മിൻ ഗലബത്തിൽ ഖൗലി അലൽ അമലി. ഇൽമു കൊണ്ട് ഇങ്ങനെ ജോലിയാകുമ്പം അവിടെ കൂടുതൽ അമലിനേക്കാളും ഖൗലാണ് ഉണ്ടാവുക. അതുകൊണ്ട് അമലിൽ കൂടുതൽ സമയം ചെലവിക്കാൻ കഴിഞ്ഞില്ല. അതേസമയം സൂഫിയാക്കളോട് കൂടെ കൂടിയപ്പോ അമലിന്റെ മാധുര്യമൊക്കെ അറിഞ്ഞ് അവരോടൊപ്പം അമലുകൾ കൂടുതൽ ചെയ്യാൻ തുടങ്ങിയപ്പോ മഹാനവർകൾ പറഞ്ഞതാണ് എന്ന് ഷഹറാനി ഇമാം പറയാണ്. എന്നിട്ട് പറയാ ഷഹറാനി ഇമാമേ, വൽ ഹഖു, ഹക്കുള്ളത് സത്യമുള്ളത്, അന്നൽ ഇസ്തിഗാല ബിൽ ഫിഖ്ഹി, ഫിഖ്ഹ് കൊണ്ട് ജോലിയാവുക എന്നത് ലൈസ ഹുവ ബത്താല, ഒരിക്കലും അത് ഏതല്ല, അത് ബത്താലയല്ല, സമയം വെറുതെ കളയുകയല്ല, ഉപയോഗപ്രദമല്ലാത്ത രീതിയിൽ ഉപകാരപ്രദമല്ലാത്ത രീതിയിൽ ചെലവഴിക്കുക എന്നല്ലത്. ഇന്നമാ ഹുവ അസാസുൽ ലിത്വരീഖ്, പിന്നെ ഇൽമു കൊണ്ട് ജോലിയാവുക എന്നത് അത് ത്വരീഖിന്റെ അടിസ്ഥാനമാണ്, അടിത്തറയാണത്. കാരണം ഫഇന്ന മിൻ ഷൈനി അഹ്ലി ത്വരീഖി, ത്വരീഖിന്റെ അഹ്ലുകാരുടെ ഷൈനിൽപ്പെട്ടതാണ് അൻ യകൂന ജമീഉ ഹറകാതിഹിം വസകനാതിഹിം, അവരുടെ മുഴുവൻ ഹർക്കാത്തുകളും സക്കനാത്തുകളും ആവണം മുഹററത്തൻ അലൽ കിതാബി വസുന്ന, ഏതനുസരിച്ചാവണം? കിതാബ് സുന്നത്ത് അനുസരിച്ച് ആവണം അവരുടെ എല്ലാ ഹറക്കാത്തുകളും സക്കനാത്തുകളും. വലാ യഅരിഫു ദാലിക, അതിനെ അറിയൂല, ഇല്ലാ ബിത്തബഖുരി ഫി ഇൽമിൽ ഹദീസി വൽ ഫിഖ്ഹി വത്തഫ്സീരി, അത് വേണമെങ്കിൽ എന്ത് വേണം? ഇൽമു തഫ്സീറിലും ഇൽമുൽ ഫഖ്ഹിലും അതുപോലെ ഇൽമു തഫ്സീറിലും ഒക്കെ അഗാധമായ പാണ്ഡിത്യം ഉണ്ടാവണം, എന്നാലേ അതിന് കഴിയുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ ഫിഖ്ഹ് എന്നുള്ളത് അത് അസാസു ത്വരീഖാണ്, അത് ത്വരീഖത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് ഫിഖ്ഹ് അറിയാ എന്നുള്ളത്. അതേസമയം ഗസാലി ഇമാമ് അങ്ങനെ ലയ്യഅനാ ഉംറനാ ഫിൽ ബത്താല, അതുപോലെ മറ്റൊരു സ്ഥലത്ത് മഹാനവർകൾ പറയുന്നുണ്ട് ഇന്നൽ ഇസ്തിഗാല ബിൽ ഫിഖ്ഹി ബത്താല എന്നൊക്കെ. ആ പറഞ്ഞത് എന്താണ് എന്നും മഹാനായ ഇമാം ഷഹറാനി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. അതേ അൽ യവാഖീത്ത് വൽ ജവാഹിർ എന്ന് പറയുന്ന കിതാബിൽ പറയാണ്, ഫഖൗലുൽ ഗസാലി, അപ്പൊ പിന്നെ ഗസാലി ഇമാമിന്റെ വാക്കാകുന്നത് ഇന്നൽ ഇസ്തിഗാല ബിൽ ഫിഖ്ഹി ബത്താല, ഫിഖ്ഹുമായി ജോലിയാവുക എന്നത് ബത്താലയാണ് എന്ന് പറഞ്ഞത് ഇന്നമാ ഹുവ കലാമുൻ, അത് ഒരു കലാമാണ്, സ്വദറ, അത് ഉണ്ടായിരിക്കുന്നു, ഹാല ഇഷ്കിഹി ഫി ത്വരീഖിൽ ഖൗം, അൽ ഖൗമിന്റെ ആ ത്വരീഖില് അങ്ങേ അറ്റം ഇഷ്ക് ഉണ്ടായ ആ അവസരത്തിൽ ഉണ്ടായതാണ് ആ കലാമ്. ഇന്നൽ ഇസ്തിഗാല ബിൽ ഫിഖ്ഹി ബത്താല എന്നുള്ളത് എപ്പോ പറഞ്ഞതാ? അത് അൽ ഖൗമിന്റെ മശായിഖന്മാരുടെ ഒക്കെ കൂടെ കൂടി ആ ത്വരീഖിലായപ്പം അതിന് വേണ്ടി ഇഷ്ക് ഉണ്ടായ ആ അവസരത്തിൽ പറഞ്ഞതാണ്. വൽ ആശിഖു ഹുക്മുഹു ഹുക്മു സക്രാൻ, ആരാ പറഞ്ഞേ? ഇമാം ഷഹറാനി തങ്ങൾ പറയാണ്, വൽ ആശിഖു, ആശിഖാകുന്നത്, ഹുക്മുഹു, ആ ആശിഖിന്റെ ഹുക്മ്, ഹുക്മു സക്രാൻ, അത് സക്രാനിന്റെ ഹുക്മാണ്. സക്രാനിന് എന്ത് ഹുക്കമാണുള്ളത്? അതന്നെയാണ് ഈ ആശിഖിനുള്ള ഹുക്മേ എന്ന് പറഞ്ഞാൽ ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞ അത് തെളിവായി കൊണ്ടുവരാൻ പറ്റില്ല എന്ന്. ഇന്നൽ ഇസ്തിഗാല ബിൽ ഫിഖ്ഹി ബത്താല എന്ന് പറഞ്ഞതും അതുപോലെ ലയ്യഅനാ ഉംറനാ ഫിൽ ബത്താല എന്ന് പറഞ്ഞതൊന്നും ഏതായി കൊണ്ടുവരാൻ പറ്റില്ല, അത് തെളിവായി കൊണ്ടുവരാൻ തന്നെ പറ്റില്ല. കാരണം എന്താ? അത് മഹാനവർകൾ ആ അൽ ഖൗമിന്റെ ത്വരീഖിലുള്ള ഇഷ്കിന്റെ അങ്ങേയറ്റം അതിനോടുള്ള ഇഷ്ക് കൂടിയിട്ട് അങ്ങ് പറഞ്ഞു പോയതാണ്. ആശിഖീങ്ങളുടെ ഹുക്കുമെന്താ? അത് സക്രാനിന്റെ ഹുക്കുമാണ് എന്ന് ഷഹറാനി ഇമാം പറയാണ്. അപ്പൊ അത് ഒരിക്കലും തെളിവായിട്ട് കൊണ്ടുവരാൻ തന്നെ പാടില്ല എന്ന് മാത്രല്ല, ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ലയ്യഅനാ ഉംറനാ ഫിൽ ബത്താല എന്ന് പറഞ്ഞിട്ട് മഹാനവർകൾ പിന്നെ അതിന്റെ മുമ്പ് ഉണ്ടാക്കിയ കിതാബൊക്കെ തള്ളിയോ? അതൊക്കെ ഒഴിവാക്കി, അതൊന്നും നിങ്ങൾ നോക്കണ്ട, അത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ മാതിരി, നൗഷാദ് പറഞ്ഞ മാതിരി ഇതിന്റെ 2020 മുമ്പുള്ള ഒരു ക്ലിപ്പ് കൂടെ കൊണ്ടുവരണം, അത് നിങ്ങൾ കേൾക്കുന്നല്ലേ അറിഞ്ഞില്ലേ? അതൊക്കെ ജഹാലത്ത് പറഞ്ഞേനി പറഞ്ഞില്ലേ? അതേമാതിരിയാണ് ഗസാലി ഇമാം പറഞ്ഞത്. മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ആ വാക്ക് പറഞ്ഞു, അതിന്റെ മുമ്പത്തെ കിതാബ് മുഴുവൻ തള്ളിയോ? അവരുണ്ടാക്കിയ കിതാബുകളൊക്കെ തള്ളിയോ? നമ്മളിപ്പോ ഇന്ന് ഓതിക്കൊണ്ടിരിക്കുന്ന കിതാബുകൾ തുഹ്ഫയും നിഹായയും മിൻഹാജ് അതൊക്കെ ചെന്നെത്തുന്നത് എവിടേക്കാ? ഇമാം ഗസാലി റഹിമഹുല്ലയുടെ വജീസ്, ബസീത്ത്, വസീത്ത് ഈ കിതാബുകളിലേക്കല്ലേ അതൊക്കെ ചെന്നെത്തുന്നത്. അപ്പൊ അതൊക്കെ തള്ളിയിട്ടുണ്ടോ? അതൊന്നും നിങ്ങൾ നോക്കണ്ട, അതൊക്കെ ഞാൻ വലിച്ചെറിഞ്ഞാൽ തള്ളിക്കാളി, ഞാൻ അതൊന്നും കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ എന്താണ് മഹാനവർകൾ പറഞ്ഞതിന്റെ മാന? ഞാൻ ആ സമയത്ത്
അമലുകളൊന്നും എനിക്ക് കൂടുതൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇൽമുമായി സ്വലായപ്പോൾ അഹ്ലുൽ ജിദാലുമായൊക്കെ ചെലവഴിച്ചപ്പോ അവിടെ കുറെ കൗലേ ഉണ്ടായിട്ടുള്ളൂ, അമല് കുറവാണ്. അപ്പൊ അത് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്തിട്ടില്ല എന്നേ അർത്ഥമുള്ളൂ. ഇനിയിപ്പോ നേരത്തെ ഇമാം ഷഹറാനി റഹിമഹുല്ല വിശദീകരിച്ചതുപോലെ അതൊക്കെ ആശിക്കീങ്ങളുടെ കൗലാണ്. ആശിക്കീങ്ങൾ പറയുമ്പോ അതിന്റെ ഹുക്മ് സക്രാനിന്റെ ഹുക്മാണ് എന്ന് ഷഹറാനി ഇമാം പറയും ചെയ്യുന്നു. അപ്പൊ ഇതെങ്ങനെ നൗഷാദ് 2020 മുമ്പുള്ളത് മുഴുവനും ജഹാലത്ത് പറഞ്ഞത്, ഇനി അതൊന്നും കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞ് നമുക്ക് തട്ടിച്ച് തെളിവാക്കി കൊണ്ടുവരിക. ഇമാം ഗസാലി തങ്ങള് ആ പറഞ്ഞ ജാഹിലിയ കാലത്ത് രചിച്ച ഗ്രന്ഥങ്ങളാണ് ഇന്നും നമ്മൾ ഓതുന്നത്, അത് മറക്കണ്ട. അപ്പോ ഇവൻ തള്ളിയതുപോലെ ഗസാലി ഇമാമ് തള്ളിയിട്ടില്ല എന്നർത്ഥം. ഇന്നും നമ്മള് മഹാനവറുകളുടെ കിതാബുകൾ ഓതിക്കൊണ്ടിരിക്കുക. അപ്പൊ അതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങളത് കൊണ്ടുവരണ്ട എന്നൊന്നും ഗസാലി ഇമാമ് പറഞ്ഞിട്ടില്ല. അതേസമയം കുരുവട്ടൂരി നൗഷാദ് എന്താ പറഞ്ഞത്, 2020 മുമ്പുള്ള ഒരു ക്ലിപ്പ് നിങ്ങൾ കൂടി കൊണ്ടുവരണ്ടാന്ന്. ഞാനത് നോക്കന്നല്ല, കേൾക്കുന്നില്ല. പിന്നെ 2020 ശേഷം 21 മുതൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ അത് കേട്ട് ശ്രദ്ധിച്ച് മറുപടി പറഞ്ഞോളാന്നാ പറഞ്ഞേ. ഇപ്പൊ എന്നിട്ട് പിന്നെ അവസാനം അത് വൈലത്തൂരിൽ വെച്ചിട്ട് ആകെ മലക്കം പറഞ്ഞു. ഞാൻ ആ പറഞ്ഞ് 2013 മുമ്പുള്ളത് കൊണ്ടുവരണ്ടാന്നാണ് എന്ന്. എന്തിനങ്ങനെ കിടങ്ങാറാണ്? എത്ര കൃത്യമായിട്ടാണ് ഓമാനൂരിൽ വെച്ച് പറഞ്ഞത് 2020 മുമ്പുള്ളത് കൊണ്ടുവരണ്ടാന്ന് തന്നെ. ഇങ്ങനെ മലക്കം മറിഞ്ഞ് ഓരോ ദിവസവും മാറ്റി മാറ്റി പറയാൻ ഈ കുരുവട്ടൂരി നൗഷാദിനല്ലാതെ വേറെ ആർക്കെങ്കിലും കഴിയോ സഹോദരന്മാരെ? എന്താണ് ഇതിനൊക്കെ നമ്മൾ പറയാ? ഇവന് എന്ത് നിർദ്ദേശമാണ് കിട്ടുന്നത്? ആരിൽ നിന്നാണ് ഇവന് നിർദ്ദേശം കിട്ടുന്നത്? മശായിഖന്മാരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശമാണ് എന്നിങ്ങനെ നായികക്ക് 40 വട്ടം പറയുക എന്നല്ലാതെ ഈ രീതിയിൽ മാറ്റി പറയുന്ന ആളുകൾക്ക് എങ്ങനെ മഹാന്മാരെ നിർദ്ദേശം കിട്ടും? അവരെ നിർദ്ദേശപ്രകാരം പറഞ്ഞത് എങ്ങനെ മാറ്റി പറയാൻ കഴിയും? ഏതായാലും വീണിടം കിടന്നുരുളാതെ പെട്ടെന്ന് എണീറ്റ് വല്ല ചെളിയുമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടി നന്നാക്കി വൃത്തിയാക്കി രക്ഷപ്പെടലായിരിക്കും നല്ലത് എന്ന് അവസാനമായി സ്നേഹബുദ്ധിയ ഓർമ്മപ്പെടുത്തി. അല്ലാഹു തആല നിന്നെയും നന്നാക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.